ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാറൂസ് കിച്ചൻ. ഇന്ന് നമ്മളെല്ലാവരും ഹോട്ടലിൽ പോയി കഴിക്കുന്ന ചിക്കൻ നൂഡിൽസ് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് പ്ലെയിൻ നൂഡിൽസ് ആണ്. ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇത്രയും ഞാൻ ചെറുതായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ചിക്കൻ പീസ് ഇട്ട് വറുത്ത് കോരാം. ഇത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ച് നമുക്കൊന്ന് ചിക്കി തോത്തി എടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു വലിയ പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ നൂഡിൽസിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇടാം. നൂഡിൽസ് ചൂടുവെള്ളത്തിൽ ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ കൂടെ ഇട്ട് വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ ഇത് തങ്ങളിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അതുപോലെ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇനി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി. നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൺ.